ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. വിശുദ്ധന്മാരുടെ കാലുകൾ എന്നുള്ള ശീർഷകത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹ്രസ്വമായിരിക്കുന്ന പഠനത്തിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും വരുവാൻ സ്വർഗം സഹായിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നന്മ സുവിശേഷിക്കുന്ന കാൽ എന്നാണ് ഇതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധന്മാരുടെ കാലുകളുടെ വ്യത്യസ്തമായ സവിശേഷതകളായിരുന്നു കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നാം പഠിച്ചുകൊണ്ടിരുന്നത്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 52-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന അപ്പോസ്തലനായ പൗലൂസ് പ്രസ്താവിച്ചിട്ടുള്ളത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നവനെക്കുറിച്ചും അവൻ്റെ അടിസ്ഥാനപരമായ ഉറപ്പിനെക്കുറിച്ചുമാണ് ആ വാക്യം ഓർപ്പിക്കുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. യെശയ്യാവ് 52:7. അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യം റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നിബന്ധിച്ചിരിക്കുകയാണ്. നന്മ എന്നതിന് അനുഗ്രഹം, നല്ല വസ്തു, അതായത് ഗുഡ് തിങ്സ് എന്നൊക്കെയാണ് അർത്ഥം. നന്മ സുവിശേഷിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം സുവിശേഷിക്കുക, സദ്വർത്തമാനം അറിയിക്കുക എന്നാണ്. ഒരു പ്രസംഗകൻ അദ്ദേഹം ആരായിരിക്കണം എന്ന് നേരിട്ട് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്ന പ്രസ്താവനയാണ് ഈ വചനഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു പ്രസംഗകൻ സത്യസുവിശേഷത്തിന്റെ പ്രഘോഷകൻ ആയിരിക്കണം എന്നാണ് ദൈവം പറയുന്നത്. പഥ്യവചനത്തെ യഥാർത്ഥമായി സംസാരിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽക്കുവാൻ ശ്രമിക്കുക എന്ന് തിമോത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് വചനം സംസാരിക്കുന്നവൻ ദൈവത്തിൻ്റെ ദാസനായിരിക്കാൻ അവന് കഴിയേണ്ടതിന്, അല്ലെങ്കിൽ അവൻ അതിന് പ്രയോജനമുള്ളവനായി തീരേണ്ടതിന് സത്യം സംസാരിക്കുക, സുവിശേഷ സത്യം സംസാരിക്കുക. അത് സംസാരിക്കാത്തവൻ ഒരിക്കലും ഒരു സത്യസുവിശേഷകനായി വിരാജിക്കുവാൻ യോഗ്യത ഉള്ളവനല്ല. ദൈവവചനത്തിന് ബന്ധനമില്ല. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ അദ്ദേഹം റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം എഴുതുമ്പോഴും അദ്ദേഹം പറയുന്നു ദൈവവചനത്തിനോ ബന്ധനം ഇല്ല. അത് ഇവിടെ യെശയ്യാവ് പറയുമ്പോൾ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം എന്നാണ് എഴുതുന്നത്. ആ പർവ്വതങ്ങളിൽ എന്നുള്ള വാക്ക് പൗലോസ് ഉദ്ധരിക്കുമ്പോൾ എങ്ങനെയോ അത് പറഞ്ഞിട്ടില്ല. സമാധാനത്തെ സുഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. ഇന്ന് അനേക സുവിശേഷകന്മാരും, ഞാൻ ആരെയും വിധിക്കുകയല്ല, വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടോടുകൂടി സുവിശേഷ വേലയിൽ വരുന്നവരാണ്. സുവിശേഷ വേല ഉപജീവന മാർഗമായി കരുതുന്ന ധാരാളം സുവിശേഷന്മാരുണ്ട്. ഐ എം നോട്ട് മിയർലി ടോക്കിംഗ് അബൌട്ട് ദ ചർച്ച് ബാക്ക്ഗ്രൗണ്ട് വേർ ഐ ആം ആൻ ഇവാഞ്ചലിസ്റ്റ്. ഞാൻ നിൽക്കുന്ന സഭാവിഭാഗത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. സുവിശേഷത്തിന്റെ പേരിൽ സുവിശേഷകൻ എന്ന് പേരെടുത്തുകൊണ്ട് വിവിധ പ്രവിശ്യകളിലായി നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഉപജീവന മാർഗത്തിന് വേണ്ടി അല്ലെങ്കിൽ മെച്ചമായ ജീവിതശൈലിക്ക് വേണ്ടി സുവിശേഷ വേല തിരഞ്ഞെടുത്ത ആളുകളുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റവും ഉന്നതമായ നിലയിൽ പഠിപ്പിച്ച് അവരെ നല്ല നിലയിലാക്കാൻ വേണ്ടി സുവിശേഷ വേല ഒരു മാർഗമായി സ്വീകരിച്ച ആളുകളുണ്ട്. പിന്നെ വേറെ ചില ആളുകൾ ഏതെങ്കിലുമൊക്കെ നിലയിൽ കൈ അനങ്ങാതെ മെയ് ചൊറിയുക എന്നുള്ള നിലയിൽ ഒരു സാമ്പത്തിക പുരോഗമന മാർഗമായി ഇതിനെ കണ്ട് പല നിലയിലും ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഒരു സുവിശേഷകൻ സമൂഹത്തിലെ ഏത് ശുശ്രൂഷകളും സർവീസുകളും ചെയ്യുവാൻ സന്മനസ്സുള്ളവനായിരിക്കണം. രോഗി പരിചരണം അവൻ്റെ ഒരു ക്രിസ്തീയ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. വയോജന ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് അവസരമുണ്ടെങ്കിൽ അത് അവൻ്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി വേണേ അവന് തിരഞ്ഞെടുക്കാം. അതുപോലെ മറ്റേത് കാര്യങ്ങളും ചെയ്യാം. ഇതര സഹോദരന്മാർക്ക് ഏതെങ്കിലും മറ്റ് ഹെൽപ്പുകളൊക്കെ ചെയ്യണമെങ്കിൽ അത് യഥോചിതം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വവും കടപ്പാടും ഒക്കെ നമുക്കുണ്ട്. എന്നാൽ
ആ പെർട്ടിക്കുലർ ജോബ് തിരഞ്ഞെടുത്ത് സുവിശേഷണ മറവിൽ അതൊക്കെ ചെയ്ത് സുവിശേഷകൻ എന്നുള്ള ലേബലിൽ അറിയപ്പെടുന്നത് ദൈവ വചനത്തിൽ ഒരിക്കലും പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യമല്ല. ഒരു സുവിശേഷകന്റെ കാല് ചേറിൽ പൊതഞ്ഞു പോകാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേറെന്ന് പറയുന്നത് നാശകരമായ കുഴിയും പാപത്തെയും സൂചിപ്പിക്കുന്നതാണ്. കാലുകൾ വിശുദ്ധമാണെങ്കിൽ മാത്രമേ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവൻ എൻ്റെ കാലുകളെ മാൻപേട പോലെ ബലിഷ്ഠമാക്കുന്നു എന്ന് വായിക്കുന്നു. പഴയ നിയമകാലത്തുണ്ടായിരുന്ന ഒരുപാട് കള്ളപ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ രാജാവിന്റെ സന്ദേശവാഹകരാണ്. സുവിശേഷ നിറവിൽ സംസാരിക്കുന്നത് അത്ര താല്പര്യമില്ലാത്ത ആളുകളായിരുന്നു. ഏലിയാവിന്റെ ശുശ്രൂഷ കാലഘട്ടം വളരെ അപകടം നിറഞ്ഞതാണ്. സത്യത്തിന് സാക്ഷ്യം പറയുവാൻ ഇസ്രായേലിൽ പെട്ടെന്ന് പ്രത്യക്ഷനാകുന്ന ഏലിയാവ് ആഹാബിന്റെ ശക്തമായ എതിർപ്പിനെ അഭിമുഖീകരിക്കേണ്ടായി വന്നതായി നാം വായിക്കുന്നുണ്ട്. ഒരു സുവിശേഷകനെ സുവിശേഷം അറിയിക്കാനുള്ള പ്രേരണ അതിപ്രധാനമായ 3 ഘടകങ്ങളുടെ അടിസ്ഥാനമാണ്. ഒന്ന്, ഉയരത്തിനുള്ള നിയോഗം, അതായത് സുവിശേഷ വേലയ്ക്കായി ദൈവം ഒരുവനെ നേരിട്ട് നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ഹൃദയത്തിന്റെ ഉത്തമമായ ബോധ്യം ഉണ്ടാകണം. 2, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ആത്മഭാരം. ഒരു സുവിശേഷൻ എല്ലായ്പ്പോഴും ഒരു പാപി നരകത്തിലേക്ക് പോകുന്നതിന്റെ വേദന അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഉയരത്തിനുള്ള നിയോഗം. 2, നശിച്ച് പോകുന്നവരുടെ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം. 3, കർത്താവിന്റെ കൽപ്പനയോടുള്ള അനുസരണം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്നാകുന്നു കർത്താവായ യേശു പറഞ്ഞത്. ഇപ്പോൾ സ്വയ തീരുമാനത്തിൽ സുവിശേഷകനായി തരുന്ന ആള് യഥാർത്ഥത്തിൽ ദൈവത്താൽ നിയോഗിതനായ സുവിശേഷം പറയാൻ കഴിയില്ല. മറ്റു പല ആളുകൾക്കും സുവിശേഷ വില ചെയ്യുന്നു, എനിക്കും സുവിശേഷ വേല ചെയ്യാം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിക്കുന്ന ഒന്നല്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരുടെയും കാലാണ് ദൈവസേനയിൽ മനോഹരമായി അറിയപ്പെടുന്നത്. സുവിശേഷം അറിയിക്കുവാൻ ദൈവത്താൽ നിയോഗിതരായിട്ട്, ദൈവത്താൽ അയക്കപ്പെട്ട് ദൈവകൃപ ഭരിക്കുന്ന, ആരുടെയും മുഖം നോക്കാതെ ആരെയും ആദരിക്കാതെ സുവിശേഷം അതിശക്തമായി പറയുക. ഒരു യഥാർത്ഥ സുവിശേഷകൻ ആണ് ഞാനും നിങ്ങളുമെങ്കിൽ എന്തു ചെയ്യും? നന്മയുടെ സുവിശേഷ ദൂത്, അതായത് രക്ഷാദൂത് നാം മറ്റുള്ളവരോട് അറിയിച്ചുകൊണ്ടിരിക്കും. അത് നന്മയുടെ സുവിശേഷം, വിശുദ്ധിയുടെ സുവിശേഷം, കർത്താവിന്റെ മരണ, അടക്ക, പുനരുത്ഥാന, പുനരാഗമന വിഷയങ്ങളുടെ സുവിശേഷം, വിശുദ്ധന്മാരുടെ ഉൽപ്രാപണത്തെക്കുറിച്ചുള്ള സുവിശേഷം, കർത്താവിന്റെ മധ്യാകാശത്തിലെ പ്രത്യക്ഷത, ദൈവസഭയെ സ്വീകരിപ്പാൻ അവന് വരുവാൻ പോകുന്നു എന്നുള്ള പുതിയ സത്യം, പുതിയ ആകാശഭൂമിയെക്കുറിച്ചുള്ള സന്ദേശം, ഇതെല്ലാം നിശ്ചയമായും ലോകത്തോട് അറിയിക്കുന്നവനാണ് യഥാർത്ഥ സുവിശേഷൻ. അപ്പോൾ വാസ്തവത്തില് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാവുന്നതിലെ ഏറ്റവും വലിയ ദൗത്യമാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. സുവിശേഷനായിരിക്കുക എന്നത് ഒരു പദവി തന്നെയാണ്. ഭക്തനായ CS മാത്യു പാടുമ്പോൾ ഭാഗ്യവശാലെ ബോവസിന്റെ വയലിൽ വരുവാനിടയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു നാൾ നാം ഈ വയലിൽ ഇത് കർത്താവിന്റെ വേല ചെയ്താൽ, കാലാപിറക്കിയാൽ അളവ് കൂടാതുള്ള യവകൂമ്പാരത്തിന്റെ ഉടമസ്ഥരായി നാം തീരും എന്നാണ്. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും അനേകരെ നീതിയിലേക്ക് നടത്തിയവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും ശോഭിക്കുമെന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12 നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു സുവിശേഷൻ ആയിരുന്നൊരു ദേവദാസൻ, വളരെ പ്രായം ചെന്ന, കണ്ടാൽ നല്ല സൗന്ദര്യമില്ലാത്ത, വേണ്ടത്ര ആരോഗ്യം തോന്നിക്കാത്ത, ഇരുണ്ട നിറമുള്ള, നരച്ച തലമുടിയുള്ള, പല്ലുകളൊക്കെ ചിലത് ഉന്തിയും ചിലതൊക്കെ കൊഴിഞ്ഞും പോയ ഒരു മനുഷ്യൻ ഒരിക്കൽ കവലയിൽ നിന്നുകൊണ്ട് കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. കവല പ്രസംഗമൊക്കെ പല ആളുകൾക്കും ആക്ഷേപ്യമായ ഒന്നാണ്. എന്നാൽ അത് ചെയ്യുന്നവരെ ആക്ഷേപിക്കുന്നവരുമുണ്ട്. ഈ സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് ഇന്ന് വരെ പ്രസംഗിച്ച് കൊതി തീരാത്ത മണ്ഡലമാണ് പരസ്യ കവലകൾ. കേരളത്തിന്റെ അനേക സ്ഥലങ്ങളിൽ അനേക മുക്കിലും മൂലയിൽ നിന്ന് കർത്താവിന് ദാസൻ തിരുവട്ടാർ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതിനുശേഷം എത്രയോ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നു. പ്രത്യേകിച്ചൊരു സ്ഥലം എന്നില്ല, എവിടെ നമുക്ക് അനുകൂലമായ സാഹചര്യം കിട്ടുന്നോ അവിടെ നമ്മൾ കർത്താവിനെ കുറിച്ച് പറയുന്നു. അപ്പം ഇങ്ങനെ ഒരു ദൈവദാസന്റെ കോണിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ചില യുവാക്കന്മാര് അദ്ദേഹത്തെ നോക്കി വട്ടം കൂടി നിന്ന് പരിഹാസവാക്കുകൾ പറഞ്ഞു. ആ പരിഹാസവാക്കുകൾ ചിലത് ഈ വൃദ്ധനായ മനുഷ്യന്റെ ചെവിയിലെത്തി. അപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞ ശേഷം ശാന്തമായി തന്നെ പരിഹസിച്ച യുവാക്കന്മാരുടെ അടുക്കല് ഈ വയോധികനായ മനുഷ്യൻ, കണ്ടാൽ ഇരുണ്ട നിറമുള്ള മനുഷ്യൻ, സൗന്ദര്യവിഹീനായ മനുഷ്യൻ, തല നരച്ച മനുഷ്യൻ, പല്ലുകൾ ഊന്തിയ മനുഷ്യൻ, പല്ലുകൾ ചിലത് കൊഴിഞ്ഞ മനുഷ്യൻ, അപ്പോൾ തൊലി ചുളുങ്ങിത്തുടങ്ങിയ ഈ മനുഷ്യൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ?
എനിക്ക് വലിയ ഭാഷാശൈലിയൊന്നുമില്ല. ഈ ആകാശത്തെയും അണ്ടകടാഹങ്ങളെയും സൃഷ്ടിച്ച് ദൈവം എന്നൊക്കെ പ്രസംഗിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. എനിക്ക് വലിയ സൗന്ദര്യമില്ല. എൻ്റെ കണ്ണുകൾ അത്ര ശോഭയുള്ളതല്ല. അതുപോലെ തന്നെ എൻ്റെ കാലുകൾ എൻ്റെ ശരീരം ബലഹീനമാണ്. എൻ്റെ തലമുടി ഒക്കെ നരച്ച് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പല്ലുകൾ ചിലതൊക്കെ കൊഴിഞ്ഞു, ചിലതൊക്കെ ഉന്തി നിൽക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ മൊത്തത്തിൽ പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ ആകർഷിക്കുന്ന നിലയിലുള്ള ഒരു അപ്പിയറൻസ് എനിക്കില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് മനോഹരമായ 2 കാലുകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ ശേഷം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 7-ാം വാക്യം വിടർത്തി ഈ യുവ സഹോദരന്മാരെ അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അവരത് കേട്ടപ്പോൾ ലജ്ജിതരായി. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങൾ എത്ര മനോഹരം. ചില ആളുകൾ ഈ ശുശ്രൂഷ ചെയ്യുന്ന എന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും പരിഹസിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ തന്നെ ഭാര്യയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, തീവ്രമായ യാക്കോബയ വിഭാഗത്തിൽപ്പെട്ടവരാ. അവള് എന്നെ നേരിട്ട് കണ്ടില്ല, എന്നെ അറിയത്തുമില്ല. അപ്പോൾ അവളുടെ ഒരു ബന്ധുവിനോട് പറഞ്ഞു, ഇന്നയാള് സുവിശേഷം സോഷ്യൽ മീഡിയ വഴി പ്രസംഗിച്ചത് കേട്ടാണ് ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത് എന്ന്. അപ്പം കേട്ട ബന്ധു പറഞ്ഞു, അത് വേറെ ആരുമല്ല, നമ്മുടെ ഇന്നയാളിൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞു. നാം അറിഞ്ഞും അറിയാതെയും, നാം കണ്ടും കാണാതെയും, നാം കേട്ടും കേൾക്കാതെയും, നമ്മൾ ഒരിക്കൽ പോലും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്ന എത്രയോ ആളുകളിലേക്ക് വളരെ ലളിതമായ നിലയിൽ ഏറ്റവും വേഗത്തിൽ സുവിശേഷ സന്ദേശം എത്തിക്കാൻ കഴിയുന്ന ഒരു മീഡിയമാണ് സോഷ്യൽ മീഡിയ. അത് നമ്മൾ പ്രയോജനപ്പെടുന്നു. അപ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ആളുകൾ പ്രയോജനപ്പെടുന്ന ആളുകളെ കുറ്റപ്പെടുത്താറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ ആകുമെങ്കിൽ നിങ്ങളുടെ സമയം, സാവകാശങ്ങൾ ഒക്കെ നിങ്ങൾ ചെലവഴിച്ച് കർത്താവിനെക്കുറിച്ച് കഴിയുന്ന അത്ര ആളുകളോട് പറയാൻ നിങ്ങൾ സമർപ്പിതരായിരിക്കണം. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇതുവരെ മാർക്ക് സുക്കർബർഗ് നമുക്ക് ഫ്രീ ആയിട്ടാണ് തന്നിരിക്കുന്നത്. നാളെയുടെ നാളിൽ അദ്ദേഹം അതിനൊരു ഫീസൊക്കെ ഏർപ്പെടുത്തിക്കൂടാ എന്നല്ല. അങ്ങനെ വന്നാലും നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നത് ഒരിക്കലും നഷ്ടമാകുകയില്ല. ഒരു വസ്തുത ഞാൻ പറയാം, നാം ഇന്ന് അറിയിക്കുന്ന ഈ ദൈവവചനം അത് അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുന്നുണ്ട്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഗോവയിൽ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന ഒരു ഫാമിലി, അദ്ദേഹം ഞാൻ സുവിശേഷം ദൈവവചനം പറയുന്നത് വളരെ ശ്രദ്ധേയമായി കേട്ട് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും 3 പെൺമക്കളടങ്ങിയ അദ്ദേഹത്തിന്റെ കുടുംബവും. അദ്ദേഹത്തിനെ ഗോവയിൽ നിന്ന് പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. നാട്ടിൽ അദ്ദേഹം വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഏത് പ്രാദേശിക സഭയിലാണ് ഞാൻ പോകേണ്ടത്? ഞാൻ പറഞ്ഞു, പുതിയ നിയമ മാതൃകയിലുള്ള നിങ്ങൾക്ക് ആത്മീയ സന്തോഷം ലഭിക്കുന്ന, നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന, നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകരമായ ഒരു പ്രാദേശിക സഭ കണ്ടെത്തി നിങ്ങൾ ആ സ്ഥലത്ത് പോകണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പല നാളിൽ അദ്ദേഹം വിളിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ ആഫ്രിക്കയിൽ നിന്ന് ഒരു സഹോദരനെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ അറിയത്തില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, സഹോദരന്റെ ദൈവവചന ശുശ്രൂഷ മുഖാന്തരം കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച CSI പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു പെട്ടെന്നൊരു അസുഖമുണ്ടായി. ആ ഭാര്യയുടെ സൗഖ്യത്തിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹം വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടില്ല. ഞാൻ വിചാരിച്ചത് ഞാൻ നിൽക്കുന്ന സ്വഭാവത്തിൽപ്പെട്ട ഏതോ വ്യക്തിയായിരിക്കുന്ന. പിന്നീട് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞല്ല, അങ്ങയുടെ വചന ശുശ്രൂഷ കേട്ട് കർത്താവായ യേശുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുവാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുകയും ചെയ്തു. ഈ ശുശ്രൂഷ മുഖാന്തരമായി സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് സുവിശേഷം കേൾക്കുവാൻ, ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയാൻ അവസരം ഉണ്ടാകുകയില്ല. ദൈവം അത്ര വിശാലമായി ഇന്ന് ലോകത്തിൽ ഈ സാങ്കേതിക വിദ്യകളിലൂടെ മനുഷ്യരെ ഇങ്ങനെയുള്ള സംവിധാനം തന്നിരിക്കുകയാണ്. ഇത് തന്നിരിക്കുമ്പോൾ ദൈവവചന വിരുദ്ധമായ അതുവിധമൊക്കെ പറഞ്ഞ് സ്റ്റേജൊക്കെ ഇളക്കി, ആളുകളുടെ വൈകാരികമണ്ഡലത്തെയൊക്കെ ഇളക്കി, അലറിക്കൂവിക്ക് ബഹളമുണ്ടാക്കി സമയം പാഴാക്കി കളയാതെ ലഭിച്ച സമയത്തെ തക്കത്തിൽ വിനിയോഗിച്ചാൽ അനേക ആളുകളിലേക്ക് നമുക്ക് സുവിശേഷം എത്തിക്കാൻ സാധിക്കും. നന്മ സുവിശേഷിക്കുന്ന കാൽ പർവ്വതങ്ങൾ മനോഹരമാണ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ പക്ഷെങ്കിൽ അത് പുച്ഛമായിരിക്കാം. തങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാത്തവർക്ക് അതൊരു ദ്വേഷത്തിന്റെ കാലായിരിക്കാം. ദൈവത്തിന് അത് മനോഹരമായ കാലുകളാണ്. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ കാലുകൾ എന്നുള്ള ഈ ശീർഷകത്തിലെ പഠനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരും എന്ന് കർത്താവ് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ,
ആ, നന്മ സൂക്ഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളുമേൽ എത്ര മനോഹരം. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളുടെ അന്തർസ്ഥാനത്തിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ കാൽവല്ലിലെ ദൈവസ്നേഹത്തിന്റെ വിളംബരം ലോകത്തോട് അറിയിച്ച് തങ്ങളുടെ ശുശ്രൂഷ തികച്ച കർത്താവിന്റെ സ്ഥലത്തിൽ എത്തിച്ചേർന്നുണ്ട്. നാമും ആ ലൈനിൽ നിൽക്കുകയാണ്. ദൈവം നമ്മിൽ ഓരോരുത്തരെയും ഓരോ വ്യത്യസ്തമായ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രഥമമായ ദൗത്യം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള ആത്മരക്ഷയുടെ സന്ദേശം ലോകത്തോട് പങ്കുവെക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ലായിരിക്കും ആളുകൾ, അപ്പോഴും നമ്മുടെ ഉത്തരവാദിത്വം സുവിശേഷം അറിയിക്കാവുന്നതാണ്. വഴിയരിയിലും പെരുവഴികളിലും ഒക്കെ ചെന്ന് കണ്ടവരെ ഒക്കെയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ നിർബന്ധിക്കുന്ന ശുശ്രൂഷയാണ് ഒരു യഥാർത്ഥ സുവിശേഷകന്റെ ശുശ്രൂഷ. ഇനി ഒരു സുവിശേഷകനെ സംബന്ധിച്ച് പറയുമ്പോൾ 2-3 കാര്യങ്ങളൂടെ ഞാൻ ഓർപ്പിക്കാൻ നിർബന്ധരാകുന്നു. ഒന്ന്, ജീവിത വിശുദ്ധി ഒരു സുവിശേഷകന്റെ ശുശ്രൂഷയുടെ അടിസ്ഥാന ഘടകമാണ്. രഹസ്യ ജീവിതം വിജയകരമല്ലെങ്കിൽ പരസ്യ ജീവിതം ഫലകരമാകുകയില്ല. രഹസ്യ ജീവിതം വിജയകരമാണെങ്കിൽ മാത്രമേ പരസ്യ ജീവിതം ഫലകരമാകുള്ളൂ. പല സുവിശേഷകന്മാരും സഭ ഒക്കെ തല്ലിക്കൂട്ടാൻ വേണ്ടി പല സ്ഥലങ്ങളിലും മാറി മാറി പ്രവർത്തിച്ചിട്ടും സഭകൾ ഉണ്ടാകുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാരണം ജീവിത വിശുദ്ധിയുടെ അപര്യാപ്തത ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നോട് ഞാൻ ചോദിക്കും, താങ്കൾ എത്ര സഭ ഉണ്ടാക്കിയിട്ടുണ്ട്? എനിക്കൊരു സഭ ഉണ്ടാക്കണം നിർബന്ധമല്ല. സുവിശേഷം അറിയിക്കാനാണ് കർത്താവിനെ അയച്ചത്. ദൈവവചനം കേട്ടവരെ, വിശ്വസിച്ചവരെ പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കുക. ഈ 2 കാര്യങ്ങളാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. സഭാസ്ഥാപനം ദൈവത്തിന്റെ ജോലിയാണ്, എൻ്റെ ജോലിയല്ല. അത് തന്നെയല്ല, വേഗത്തിലൊരു സഭ തല്ലി കൂട്ടാതിരിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. പുതിയ നിയമത്തോട് ഏറ്റവും മമത പുലർത്തുന്ന പുതിയ നിയമ മാതൃകയുള്ള ഏതൊരു കൂടിവരവിനോടും രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന് ചേർന്ന് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വില്യം മാക്ഡൊണാൾഡ് ബ്രദറൻകാരുടെ അറിയപ്പെടുന്ന ഒരു വേദവ്യാഖ്യാതാവാണ്. അദ്ദേഹം ആ നിലപാടാണ് സ്വീകരിച്ചുള്ളത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ബില്ലി ഗ്രാഹം ഒരിക്കൽ പറഞ്ഞു, ഐ നെവർ കമ്പൽ എനി ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് ടു ജോയിൻ ടു വൺ പർട്ടിക്കുലർ ചർച്ച് മൂവ്മെന്റ്. ഏതെങ്കിലും പ്രത്യേക സഭാവിഭാഗത്തോടെ ചേർന്ന് പോകുവാൻ ഞാൻ ഒരിക്കലും എന്റെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ നിർദ്ദേശിച്ചിട്ടില്ല. റാദർ ഐ ടോൾഡ് ദം ദാറ്റ് യു ചൂസ് എ കോൺഗ്രിഗേഷൻ വേർ യു ഹാവ് പീസ് ഓഫ് മൈൻഡ്, ഫെലോഷിപ്പ് ആൻഡ് ക്രിസ്ത്യൻ ലവ് ഷെയർഡ് ഇൻ ബിറ്റ്വീൻ. നിങ്ങൾക്ക് കൂട്ടായ്മയും അതുപോലെ വിശ്വാസത്തിന്റെ തികവും അതുപോലെ അന്യോന്യമുള്ള സഹവർത്തിത്വവും ഒക്കെ ലഭിക്കുന്ന ഒരു പ്രാദേശിക സഭ നിങ്ങൾ കണ്ടെത്തി അവിടെ പോകുക എന്നാണ് നിർദ്ദേശമുള്ളത് പറഞ്ഞു. ഞാനും അത് നിങ്ങൾ പറയുന്നു, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എല്ലാവരും സുവിശേഷം പറയുമ്പോൾ തങ്ങൾ നിൽക്കുന്ന സ്വഭാവ വിഭാഗത്തിലേക്ക് തന്നെ അവർ വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് പറയുന്നത്. ഞാൻ സാധാരണ പറയുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെടുക, അതാണ് പ്രധാനപ്പെട്ട വിഷയം. കർത്താവ് തന്നിരിക്കുന്ന അടിസ്ഥാന കൽപ്പനകളെ മാനിക്കുക, അനുസരിക്കുക, അത് സെക്കൻഡറി മാറ്റർ എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടണം. 3, നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ നിയമ ഉപദേശത്തോട് ചേർന്ന് നിൽക്കണം. ഒരു സഭയും 100% പൂർണ്ണമുള്ളതല്ല. എങ്കിലും നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് ഏറ്റവും ഉത്തമമെന്ന് ബോധ്യമുള്ള ഒരു കൂടിവരവിനോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിച്ച് ക്രിസ്തീയ സ്നേഹവും കൂട്ടായ്മയും പങ്കിട്ട് മുമ്പോട്ട് പോകണം. അതാണ് നമുക്ക് ആവശ്യം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങൾ എത്ര മനോഹരം കർത്താവ് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആളുകൾക്ക് ഇഷ്ടമില്ലായിരിക്കും. എങ്കിലും സുവിശേഷം അറിയിക്കുന്നവന്റെ കാലുകൾ ദൈവദൃഷ്ടിയിൽ മനോഹരമാണ്. അവനെ ദൈവമാണ് എന്ന് നിയോഗിച്ചിരിക്കുന്നത്. അവനെ ആ ശുശ്രൂഷ പരമേൽപ്പിക്കുന്ന കർത്താവാണ്. സുവിശേഷം എന്ന് സ്വയം പറയുന്നവരെയല്ല, കർത്താവ് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചവരെ. അവർ കഷ്ടവും അപമാനവും സങ്കടവും ദുഃഖവും ഒക്കെ സഹിച്ചും കർത്താവിന് വരികയുമ്പോൾ കുന്നുകളും മലകളും പർവ്വതങ്ങളും താണ്ടുമ്പോഴും കർത്താവിന്റെ വേലയിൽ അവർ വ്യാപൃതരാകുന്നു. ആത്മാക്കളുടെ രക്ഷയാണ് അവരുടെ ലക്ഷ്യം. ദൈവരാജ്യത്തിന്റെ വിസ്തൃതിയാണ് അവരുടെ ശുശ്രൂഷയുടെ താല്പര്യം. ദൈവം നമ്മേവരെയും കഴിയുമെങ്കിൽ ചില ആളുകളെങ്കിലും സുവിശേഷത്താൽ വീണ്ടും ജനത്തിലേക്ക് ആനയിച്ച് കർത്താവിന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ ഉപകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടു സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.